ഹലോ, ഇന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തിരുവോണക്കായില്ലേ, എനിക്കറിയാൻ ഭയങ്കരമായിട്ട് ലൈറ്റാണ്. ഏതായാലും ഇതോടെ ഇരിക്കട്ടെ, പിന്നെയും ട്രൈ ചെയ്യാലോ. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞു ആനനെ വരക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊള്ളാക്കണില്ല, കണ്ടു മനസ്സിലാക്കിയാൽ മതി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇത്ര ലേറ്റ് ആയത്. പിന്നുണ്ടല്ലോ, ഒരു സന്തോഷവാർത്ത എന്താന്ന് വെച്ചാല് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 ആയാല് ഒരു ഗിവ് അവേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാവും. ഏതായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ ഒരു കുഞ്ഞു എലിഫന്റിനെ ഞാൻ കാണിച്ച പോലെ വരച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഇനിയിപ്പോ എന്താ, ആ എലിഫന്റിന്റെ ഔട്ട്ലൈൻ ഒന്ന് തിക്കാക്കി കൊടുത്തിട്ട് ആ റൗണ്ടും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. റൗണ്ട് വരച്ചാൽ കറക്റ്റ് അല്ലെങ്കിൽ ഫിൽ ചെയ്യുന്ന ടൈമിൽ അതൊന്ന് റെഡി ആക്കി കൊടുക്കാം. ഇനിയിപ്പോ അതിനോട് ചേർന്ന് വേറൊരു റൗണ്ടും കൂടെ വരച്ചു കൊടുക്കാം. ഇനിയിപ്പോ അതിന്റെ മേലെ ഇതുപോലെ ഹമ്പുകളും കൂടെ വരച്ചു കൊടുക്കാം. ആ ഹമ്പുകളുടെ മേലായിട്ട് 3 ഡോട്ട് വരുന്ന ഓരോ സെറ്റ് ഡോട്ട്സുകളും ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഫിംഗർ ഡിസൈൻ ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വിരലില് 6 ലൈനുകൾ വരക്കുന്നുണ്ട്. അതില് സെന്ററത്തെ 2 ലൈന് തിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ എന്താ, അതിന് താഴത്തെ ഇതില് കുറച്ച് ഹമ്പുകൾ വരച്ചു കൊടുത്ത് നേരത്തെ വരച്ച ഓരോ സെറ്റ് ഡോട്ടുകളും കൂടെ ഇട്ട് കൊടുക്കാം. സംഭവം സെറ്റ്. ഇനിയിപ്പോ എല്ലാ ഫിംഗറിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എല്ലാ ഫിംഗേഴ്സിലും തൊപ്പിയായിട്ട് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ഗ്യാപ്പ് വിട്ടതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ഫില്ല് ചെയ്തതിനു ശേഷമുള്ള ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. പിന്നെ ഒരു ഫിനിഷിംഗ് കിട്ടാനിപ്പോ കുറച്ച് ഡോട്ട്സ് അവിടെ ഇവിടെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഡിസൈൻ എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ അത്രേ ഉള്ളൂ.